ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ പാൽപ്പായസ റെസിപ്പിയാണ്. അപ്പം ഒരു ചെറിയ പാൽപ്പായസത്തിൻ്റെ റെസിപ്പി. അതിനകത്ത് ഒരുപാട് പ്രിപ്പറേഷൻസ് ഒന്നുമില്ല. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറും ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിരിക്കുന്ന നെയ്ച്ചോറ് അരിയുണ്ട്, അതിനകത്ത് പശുവിൻ പാലുണ്ട്, പിന്നെ പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, അതുപോലെ പായസം മിക്സ്, ഏലക്കായ. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഈ അരി നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. നന്നായിട്ട് പൈപ്പ് തുറന്ന് വെച്ച് നമ്മൾ കഴുകി അരിൻ്റെ നിറം കളറൊന്ന് മാറി വരുമല്ലോ, അതുപോലെ നല്ല വൃത്തിയിലൊന്ന് കഴുകിയെടുക്കാം. പിന്നെ ഇത് കുക്കറിൻ്റെ അകത്താണ് വെക്കുന്നത്. നമുക്ക് ഓട്ടുപാത്രത്തിൽ വെക്കാം, അല്ലെങ്കിൽ സാധാരണ മറ്റു പാത്രങ്ങളിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ കുക്കറിലാണ്. അപ്പോൾ ആ കുക്കറിൽ വെക്കുമ്പോൾ അതിനകത്ത് കുറച്ച് നെയ്യ് മണത്തിന് വേണ്ടിയിട്ട്, നല്ലൊരു മണത്തിന് വേണ്ടി നെയ്യും അതിൻ്റെ കൂടെ കുറച്ച് ഏലക്കായും ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ്, കുറച്ച് പാലും വെള്ളവും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പം ഇത് ഒരു 4 വിസിൽ 5 വിസിലൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലൊരു മണം വന്നിട്ടുണ്ടാവും. നല്ലൊരു പായസത്തിൻ്റെതായൊരു നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ നമ്മളിത് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടാണുള്ളത്. പിന്നെ പായസം ഒക്കെ ഉണ്ടാക്കാൻ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇതിലാണ് ഉപയോഗിക്കുക. അപ്പം നമ്മൾ വിസിൽ വന്നു കഴിഞ്ഞു. അതിൻ്റെ അകത്ത് ഇങ്ങനെ കുറച്ച് വെള്ളം വറ്റി വരുന്ന സമയത്ത് അതിനകത്ത് 2-3 ഗ്ലാസ് പാലും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടെ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ അതൊന്ന് പിന്നെ കുറച്ച് നേരം ഒരു ചെറിയ തീയിൽ, ആദ്യം ഒഴിച്ച പാട് നല്ല വലിയ തീയിലും അതിനുശേഷം തീ കുറച്ച് ചെറിയ തീയിലും നമ്മളത് വേവിച്ചെടുക്കണം. എന്നാൽ മാത്രമേ അത് നല്ല രീതിയിൽ മിക്സായി വരുന്നുള്ളൂ, അല്ലെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന പഞ്ചസാര ബ്രൗൺ നിറമുള്ള പഞ്ചസാരയാണ്. അപ്പം വൈറ്റ് പഞ്ചസാരേനേക്കാളും നല്ലതാണ് ഈ ബ്രൗൺ പഞ്ചസാര എന്നുള്ളത് കൊണ്ട് നമ്മളധികം ഈ ഒരു പഞ്ചസാരയാണ് ഇതിൻ്റെ അകത്തൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം ചെറിയൊരു നിറവ്യത്യാസം ഇതിൻ്റെ ഈ ഒരു പഞ്ചസാര ആഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കും. പക്ഷേ ഇതാണ് മറ്റതിനേക്കാളും കുറച്ചും കൂടെ ഹെൽത്തി. പഞ്ചസാര ശരിക്കും നല്ലതല്ല, പക്ഷേങ്കിൽ വൈറ്റ് പഞ്ചസാരേനേക്കാളും ഇതാണ് നല്ലത്. അങ്ങനെ കുറച്ചൊരു വെന്ത് ഒരു നല്ലൊരു മണം വരും, നല്ലൊരു തിക്നെസ് വരും. അതിൻ്റെ ഒപ്പം നമ്മൾ ഈ പായസം മിക്സും കൂടി ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു തിക്നെസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ചെറിയ തീയിൽ ഇളക്കി നമ്മളതൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അതിനൊപ്പം അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഇതിനോട് വറുത്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തോട്ട് ഏതാണ്ട് ഇത് നന്നായിട്ടൊന്ന് കുറുകിയെല്ലാം വന്നതിന് ശേഷമാണ് നമ്മൾ ഏലക്കായ ഇതിനകത്തേക്ക് ഏറ്റവും ലാസ്റ്റ് ചേർക്കണം. അപ്പോഴാണ് ഏലക്കായൻ്റെ മണം വരുന്നത്. അങ്ങനെ ഏലക്കായൻ്റെയും നെയ്യിൻ്റെയും നല്ലൊരു മണം ഈ ഒരു പായസത്തിന് ഉണ്ട്.